ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് ഈ നവംബർ മാസത്തിൽ പ്രത്യേകമായി പരിശുദ്ധ കത്തോലിക്ക സഭ മരിച്ചവർക്ക് വേണ്ടി, അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി സഭയോട് ആഗമനം പ്രാർത്ഥിക്കുവാന് ആഹ്വാനം ചെയ്യുന്ന ഈ മാസത്തിൽ ഷെക്കൈന ന്യൂസ് മഹത്വ കവാടം എന്ന ഈ ശുശ്രൂഷ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകം കർത്താവിന് നന്ദി പറയാം. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കർത്താവിനോട് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പദ്ധതികളെക്കുറിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യത്തെക്കുറിച്ച്, എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച്, നൽമരണത്തെക്കുറിച്ച്, ഞങ്ങളുടെ നിത്യമഹത്വത്തെക്കുറിച്ച് ഒക്കെ പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒക്കെ നമ്മൾ അറിവുള്ളവരാകണം എന്നതാണ്. നമ്മുടെ ആത്മാവ് അത് നമ്മുടെ ജീവനാണ്. ആ ആത്മാവ് പുറപ്പെടുന്നത് അത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ മടങ്ങിയെത്തുന്നത് വരെയും ആ ആത്മാവിന് ശാന്തിയില്ല. ഇത് തന്നെയാണ് സെയിന്റ് അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിൽ വലയം പ്രാപിക്കുന്നത് വരെയും അതിന് ശാന്തിയില്ല എന്ന്. എൻ്റെ ആത്മാവ് കർത്താവിൽ വലയം പ്രാപിക്കാനായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ 4:4 ന്യായവതിയുടെ തീക്കാറ്റ് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ ന്യായവതിയുടെ തീക്കാറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ നവംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മുടെ അന്ത്യവിധിയെക്കുറിച്ച്, നമ്മുടെ സ്വർഗപ്രവേശനത്തെക്കുറിച്ച്, നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവേ, നീ തീക്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ എന്ന് നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഈ സമയം നമുക്ക് ഒന്നു ചേർന്ന്, കുടുംബങ്ങളുള്ള എല്ലാവരും ഒന്നു ചേർന്ന് വലിയ ദൈവ കൃപ ലഭിക്കുവാനായി, വലിയ ദൈവ സാന്നിധ്യം കത്തിപ്പടരുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, നിന്റെ ന്യായവിധിയുടെ തീക്കാറ്റ് അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, നമ്മുടെ എല്ലാ മാലിന്യം നീക്കം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലെ കടക്കുന്ന എല്ലാ മാലിന്യങ്ങളും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന്, എല്ലാവരും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവേ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് പാടാം എല്ലാവരും. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ അഭിഷേകമായി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ, ആമേൻ. മനുഷ്യർക്കുമേൽ ആവസിച്ചു നിറയണമേ, നിറയണമേ പരിശുദ്ധ
ഞങ്ങളെ അഭിഷേകം പരിശുദ്ധാത്മാവേ, നിറയണമേ, വിളിച്ചു പ്രാർത്ഥിച്ചേ. നിറയണമേ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, Yes, yes, yes. നിറയണമേ. Oh, sanctify us with the fire of Holy Spirit. ആമേൻ, ആമേൻ, ആമേൻ. Jesus, oh Jesus. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ. ഇത് വലിയ അഭിഷേക സമയമാണ്, ഇത് വലിയ വിടുതലിന്റെ സമയമാണ്, ഇത് ദൈവശക്തിയുടെ സമയമാണ്. ആമേൻ, ആമേൻ. വലിയ സന്തോഷത്തോടെ, ആനന്ദത്തോടെ പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. Yes, ആമേൻ, ആമേൻ. Power, power. എല്ലാവരും ഈ ദിവസങ്ങളിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ വലിയ കൃപ ഏറ്റെടുത്ത് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ചേർന്ന് പാപവും രോഗവും അശുദ്ധിയെല്ലാം ഈശോ, ഈശോ, എല്ലാ അശുദ്ധി, ദൈവത്തിന്റെ എല്ലാ പാപം, എല്ലാ കെട്ടുകള്, പാപബന്ധനങ്ങള്, തഴക്കദോഷങ്ങള് യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയാൽ വിട്ടകലട്ടെ. ഓ ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ, ആമേൻ. Glory, glory. നിരാശയും തകർച്ചയും എല്ലാ നിരാശയും വിട്ടുപോകട്ടെ. എല്ലാ കുറ്റബോധവും വിട്ടുപോകട്ടെ. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. നിറയണമേ, Fill, fill. നിറയണമേ, ആത്മാർത്ഥമായി നിങ്ങൾ പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. നിറയണമേ, Oh, glory, glory. നിറയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, യേശുവേ, യേശുവേ, യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, നിറയണമേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ. ഈശോ, ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ, ആമേൻ, ആമേൻ. അത്യുന്നത നാമത്തെ പുകഴ്ത്തിടുവിൻ. Yes, Lord. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ, അത്യുന്നത നാമത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പുകഴ്ത്തിടുവിൻ. Jesus. എല്ലാ നാമത്തെക്കാളുപരിയായി ആമേൻ, ആമേൻ. യേശുവിന്റെ Yes. നാമത്തെ Oh, ഉയർത്തിടുവിൻ. glory. എല്ലാ നാമത്തെക്കാളുപരിയായി എല്ലാ യേശുവിന്റെ മുട്ടുകളും മടങ്ങുന്ന നാമത്തെ നാമം, എല്ലാ ഉയർത്തിടുവിൻ. നാമത്തിലും ഉന്നത നാമം. നിറയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ, ഈശോ, ഈശോ. പരിശുദ്ധാത്മാവേ, നിറയണമേ, ആമേൻ. നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് നിറയണമേ, എല്ലാവരും ഒന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ എല്ലാവരും നിറയണമേ, ചേർന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ. സാന്ത്വശക്തി എല്ലാ കുടുംബങ്ങളിലും എല്ലാ വിധികളിലും വ്യാപരിക്കട്ടെ. Oh, release your mighty power, your sanctifying power, Holy Spirit. Hallelujah, hallelujah. Jesus, Jesus. Hallelujah, hallelujah, hallelujah. ഈശോയെ, ഈശോയെ, ഈശോയെ. യേശുവിനെ വിളിച്ച് യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധമായി നിറയണമേ, നിറയണമേ. യേശുവേ, സ്തുതിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, യേശു, യേശു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇന്നേ ദിവസം ഒരു വലിയ അഭിഷേകത്തിന്റെ, വലിയ ജ്ഞാനത്തിന്റെ, വലിയ അറിവിന്റെ ദിനമാക്കി അവിടുന്ന് ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല പാപക്കറകളും അവിടുത്തെ ആത്മാവിനാൽ തുടച്ചു നീക്കണമേ കർത്താവേ. നിത്യജീവനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തർ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരസ്പരം നോക്കി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. പ്രിയം, നമുക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനം ശ്രവിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, റോമാലേഖനം അതിൻ്റെ 8:5, റോമാലേഖനം 8:5, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ആത്മീയരായ മനുഷ്യർ
ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നുവെന്ന്. ആത്മീയരായി ജീവിക്കുന്നവർ അവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നുവെന്ന്. അതിന് മുമ്പുള്ള വചനം പറയുകയാണ്, ജഡികമായി ജീവിക്കുന്നവരാകട്ടെ ജഡിക കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നു. നമ്മൾ ആരാണ് പ്രിയമുള്ളവരെ? ഈ ശുശ്രൂഷ നമ്മൾ ശ്രവിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഈ നവംബർ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനത്തിലൂടെ കടന്നുപോയി. നമ്മൾ അതിനുശേഷം മഹത്വ കവാടത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ഈ മാസം മുഴുവനും നമ്മുടെ ജീവിതം, മരണം, ശുദ്ധീകരണ സ്ഥലം, നരകം, സ്വർഗം, തനതുവിധി, അന്ത്യവിധി, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. കർത്താവിൻ്റെ പുരോഹിതര്, അൽമായ ശുശ്രൂഷകർ, അങ്ങനെ പലരും കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായി കർത്താവിൻ്റെ വചനം നമ്മളോട് പറഞ്ഞു. സ്വർഗത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൂത് കർത്താവ് അവരിലൂടെ സംസാരിച്ചു. ആ ഒരു അവസരത്തിലാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. നമ്മൾ എപ്രകാരമുള്ള മനുഷ്യരാണ്? കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ ആത്മീയരായ മനുഷ്യരാകണമെന്നാണ്. നമ്മൾ ജഡികരായ മനുഷ്യരാകണമെന്നല്ല കർത്താവിൻ്റെ ആഗ്രഹം. എന്താണ് പ്രിയമുള്ളവരെ ആത്മീയ മനുഷ്യരുടെ പ്രത്യേകത? അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ സാധിക്കുമെങ്കിൽ എന്തു ചെയ്യും? അവർ വിശുദ്ധ കുർബാനയ്ക്ക് പോകും, അവര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, അവര് വചനം വായിക്കും, അവര് സൽകൃത്യങ്ങൾ ചെയ്യും, അവര് തങ്ങളുടെ ജീവിതം വലിയ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെതാക്കി മാറ്റുവാൻ ശ്രമിക്കും. അവര് തങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവഭക്തി പ്രചരിപ്പിക്കും. അവര് തങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കും. തങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ടും തങ്ങളുടെ വചനങ്ങൾ കൊണ്ടും ഒക്കെ ആത്മീയരായ മനുഷ്യര് എന്തു ചെയ്യും? അവർ ക്രിസ്തുവിനെ കൊടുക്കും. അവര് ഈ ലോക ജീവിതത്തിന്റെ വ്യർത്ഥത മനസ്സിലാക്കുവാനായി ശ്രമിക്കും. അവർ നിത്യജീവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കും. അവർ അത് മനസ്സിലാക്കുവാനായി പരിശ്രമിക്കും. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മള് ഈ മാസത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു മാസമാണ്. നമ്മൾ ആത്മീയരായ മനുഷ്യരാണോ? നമ്മളൊരു ആത്മീയ മനുഷ്യരാണോ? നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ നിത്യജീവനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നമ്മളെ നിത്യജീവൻ എന്നാൽ അത് ഈ ജീവിതത്തിൻ്റെ തുടർച്ചയോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ പൂർണ്ണതയോ അല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ. നമ്മളത് നിത്യജീവൻ എന്നാൽ അത് ഈ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയോ അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാം, ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണതയായിരിക്കാം നിത്യജീവനെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പൂർണ്ണത അല്ല സ്വർഗത്തിലുള്ളത്. കാരണം ഈ ഭൂമിയിലെ ജീവിതവും സ്വർഗീയ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണത്? അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം. ആ ജീവിതം ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇനി സ്വർഗത്തിലെ ഉള്ള ബന്ധങ്ങൾ അത് ഭൂമിയിലെ ബന്ധങ്ങൾ പോലെ അല്ല. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 18 മുതലുള്ള വചനങ്ങളിലാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വചനങ്ങളാണ്, അല്ലേ? അവിടെ എന്താണ്? അവിടെ യേശു അവരോട് പറയുകയാണ് 12:24, അതല്ല, മറിച്ച് 12:18 മുതൽ നമ്മൾ കാണുമ്പോൾ, അത് നമ്മളങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ കാണുമ്പോൾ എന്താണ്? അവിടെ യേശു പറയുകയാണ് തന്നോട് ചോദിച്ചവരോട്. അവർ ഇപ്രകാരമാണ് ചോദിച്ചത്: ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ
7 പേരുടെ ഭാര്യയായിരുന്നു. 7 പേരുടെ 7 സഹോദരന്മാരുടെ മോശയുടെ നിയമപ്രകാരം. കാരണം അവളെ വിവാഹം ചെയ്ത ഒന്നാമൻ സന്താനമില്ലാതെ മരിച്ചു, രണ്ടാമനും മൂന്നാമനും മരിച്ചു, നാലാമനും അഞ്ചാമനും ആറാമനും മരിച്ചു. അങ്ങനെ 7 പേര്. അങ്ങനെ ഒടുവിൽ 7-ാമനും മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. അപ്പോൾ നിത്യജീവനെ കുറിച്ച് അത്ര ബോധ്യമില്ലാത്ത ഒരു പ്രത്യേക യഹൂദ വിഭാഗമുണ്ട്. അവർ ചോദിക്കുകയാണ്, ഇവരിൽ മരിച്ചു ചെല്ലുമ്പോൾ ഈ സ്ത്രീ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും? കർത്താവ് പറയുകയാണ് അവൾ ആരുടെയും ഭാര്യയായിരിക്കില്ല, മറിച്ച് മരിച്ച് കഴിയുമ്പോൾ നമ്മൾ എപ്രകാരമായി നമ്മൾ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് കർത്താവ് അവരെ അവിടെ ആ ഭാഗത്ത് അവരെ പഠിപ്പിക്കുകയാണത്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകണം. നമ്മൾക്ക് ആ ഒരു മേഖലയിൽ വളരെ വ്യക്തമായ ബോധ്യമുണ്ടാകാൻ വേണ്ടി കർത്താവ് നമ്മളെയും പഠിപ്പിക്കുകയാണ്. പിന്നെ കർത്താവ് അതിനൊരു കാരണം പറയുകയാണ്. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, മർക്കോസ് സുവിശേഷം 12:24 നമ്മൾ കുറച്ച് മുമ്പേ കണ്ട വചനമാണത്. മർക്കോസ് 12:24 അവിടെ പറയുകയാണ്, വിശുദ്ധ യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന്. കണ്ടോ? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് പലപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകമായി ചിന്തിക്കുന്നത് ഇപ്രകാരത്തിൽ പറ്റുന്ന ഒരു വലിയ തെറ്റായ ബോധ്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത അവസ്ഥയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, മരണഭയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലേ. നമ്മൾ ആഴത്തിൽ പരിശോധിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണത്. ഞാനൊരു സത്യം പറയാൻ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ഇന്ന് വിശ്വാസികളായ അനവധി പേര്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം പലപ്പോഴും മരണ ഭയത്തിലാണ് കഴിയുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ മതി, ഉടനെ ആകുലതയാണ്, ഭയങ്കരമായ വ്യാകുലതയാണ്. എന്താണത്? ഇതെങ്ങാനും വന്ന് ഇത് വല്ല ട്യൂമറായി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതിൻ്റെ വലിയ സിവിയർ സ്റ്റേജിലെത്തി ഞാൻ മരിച്ചു പോകുമോ എന്ന്. അങ്ങനെ ചെറിയൊരു വേദന എവിടെ വന്നാൽ മതി, ഒരു ചെറിയ മുഴ എവിടെയെങ്കിലും കണ്ടാൽ മതി, അല്ലേ? എൻ്റെയും നിങ്ങളുടെ അവസ്ഥയല്ലേ ഇത്? അകാരണമായ മരണഭയത്തിലാണ് നമ്മളിലുള്ള പലരും ജീവിക്കുന്നത്. ഇന്നേ ദിവസം കർത്താവ് നമ്മളെ ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ദൈവം യേശു നാമത്തിൽ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പലരുടെയും രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും രോഗം വന്നാൽ അത് പറയുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട്, അവരുടെ ആ ഒരു വലിയ എന്നാ പറയുക, പരിഭ്രാന്തി കണ്ടിട്ട് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഇപ്രകാരം മരണഭയത്തിൽ കഴിയേണ്ടവരല്ല പ്രിയമുള്ളവരെ. ഇതിന് പല കാരണമുണ്ട്. നമ്മുടെ ഈ ഒരു മരണഭയത്തിന് പല കാരണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മരണത്തെ ഭയപ്പെടാതിരിക്കാനും പല കാരണങ്ങളുണ്ട്. ഇത് രണ്ടും ബൈബിളിൽ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്താണ് പ്രിയമുള്ളവരെ ഈ മരണഭയത്തിനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മൾ ഇത്രമാത്രം മരണഭയത്തിന് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം അതെന്താണെന്നറിയാമോ? അത് നമുക്ക് ദൈവഭയം ഇല്ലാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം അത് ദൈവഭയമില്ലാത്ത അവസ്ഥയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് മരണഭയമല്ല, മറിച്ച് എന്താണത്? എന്താ അത് ദൈവഭയം ഉള്ളവനായി അല്ലെങ്കിൽ ഉള്ളവളായി ജീവിക്കുക എന്നതാണ്. കേട്ടോ? നമുക്ക് മരണഭയം വേണ്ട, മറിച്ച് നമുക്ക് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? നമുക്ക് ദൈവഭയം വേണം നമുക്ക്, അല്ലേ? എന്താണ് ദൈവഭയം? അത് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറലാണ്, അത് തിന്മയെ വെറുക്കലാണ്, അത് എല്ലാം കാണുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയലാണ്, അല്ലെങ്കിൽ പാപരഹിതമായ ജീവിതമാണത്. നമ്മൾ മലാക്കി പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവഭയമുള്ളവർ സംസാരിച്ചത് ദൈവം ശ്രദ്ധിച്ചു കേട്ടു എന്ന്. പൂർവ്വപിതാക്കന്മാര് ദൈവഭയത്തെ പ്രതി പാപത്തിൽ നിന്ന് മാറുന്നതായി നമ്മൾ പഴയ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. കണ്ടോ? ദൈവഭയം, അല്ലേ?
അപ്പൊ നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? നമുക്ക് ദൈവഭയമാണ് വേണ്ടത്. ക്രിസ്ത്യാനികരണം എന്ന പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ട് എങ്കിൽ നമുക്ക് അകാരണമായി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ക്രിസ്ത്യാനികരണ പുസ്തകത്തിൽ പറയുകയാണ്, നമുക്ക് ഒരു നല്ല മനസാക്ഷി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളൊരു നല്ല മനസാക്ഷിക്ക് ഉടമയാണ് എങ്കിൽ നമുക്ക് അങ്ങനെ മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ അവിടെ ഇങ്ങനെയും കൂടെ പറയുകയാണ്, നമ്മൾ മരണത്തിൽ നിന്ന് ഓടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ കണ്ടോ, നമ്മൾ മരണത്തിൽ നിന്ന് പേടിച്ചോടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, പാപം, മരണം ഇതൊക്കെ ആയിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം എങ്ങനെയാണ് ഈ മരണം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയത്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 12-ാമത്തെ തിരുവചനം അവിടെ പറയുകയാണ്, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. സാത്താന്റെ അസൂയ മൂലം ആദിമാതാപിതാക്കളെ പാപത്തിൽ വീഴിച്ച്, അങ്ങനെ അവരുടെ പാപത്തിലൂടെ നമ്മുടെ മേൽ മരണം കടന്നു വന്നു. അങ്ങനെ സാത്താന് നമ്മുടെ മേലൊരു ആധിപത്യമായി മാറി. കണ്ടോ, ഇത് തന്നെയാണ് യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന്. 1 യോഹന്നാൻ 3:8. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, സാത്താന്റെ പ്രധാന പ്രവൃത്തിയാണ് അത് മറ്റൊന്നുമല്ല, അത് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നതാണ്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുക, അങ്ങനെ നമ്മളെ മരണത്തിന് അടിമയാക്കി മാറ്റുക എന്നത്. അങ്ങനെ നമ്മളെ ആ വലിയ മരണ ഭയത്തിൽ നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ കഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുവാൻ, നമ്മുടെ ജീവിതങ്ങളെ മാറ്റി തീർക്കുക എന്നത് സാത്താൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. എന്നാൽ ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, ഹെബ്രായർ 2:15, അവിടെ എന്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത്? അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവനും അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ, നമ്മൾ പറഞ്ഞ പോയിന്റ് എല്ലാം ഉണ്ടല്ലേ? ആർക്കായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം വരെയും മരണത്തിൻ്റെ മേൽ അധികാരം? ആർക്കായിരുന്നത്? അത് പിശാചിനായിരുന്നല്ലേ. അവൻ അതിലൂടെ ഈ പറഞ്ഞ മാനവകുലത്തിൻ്റെ മുഴുവൻ മേലെ വലിയ അധികാരം സ്ഥാപിച്ചിരിക്കുകയായിരുന്നു. അവരെ ഭീതിയിൽ കഴിയുവാൻ വിട്ടിരിക്കുകയായിരുന്നു. വലിയ ഭയത്തിലായിരുന്നവർ, പ്രത്യാശയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അവിടുന്നാണ് യേശു തൻ്റെ മരണത്തിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ അവിടുന്ന് നമ്മെ ഈ ഒരു മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു നമ്മളെ മരണഭയത്തിൽ നിന്ന് വിടുവിച്ചു. ഇനിമേൽ നമ്മുടെ മേൽ മരണത്തിന് യാതൊരു അധികാരവുമില്ല. സാത്താൻ്റെ സകല ആധിപത്യങ്ങളും, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റെന്തു സംഭവിച്ചാലും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, വസ്തുവകകളുടെ മേൽ സാത്താന് അധികാരമുണ്ടാകില്ല. പക്ഷെ നമ്മൾ എപ്പോൾ പാപത്തിൽ വീണു പോകുന്നു, എപ്പോൾ നമ്മൾ പാപത്തിൽ തന്നെ തുടരുന്നുവോ, അപ്പോൾ മാത്രമാണ് സാത്താന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുണ്ടാകുക. അവനെ നിത്യമരണത്തിലേക്ക് നയിക്കുവാൻ സാത്താന് സാധിക്കുക. അതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും അപകടകരമായ അവസ്ഥ എന്നത്. മറ്റൊന്നുമല്ല. നമ്മുടെ ഈ ജീവിതത്തിലെ
മറ്റൊരു അവസ്ഥയെക്കുറിച്ച് ഓർത്തും നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദുഃഖങ്ങളുണ്ടാകാം, ദുരിതമുണ്ടാകാം, പ്രയാസങ്ങൾ, പട്ടിണി, പല അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക ക്ലേശമുണ്ടാകാം, ശാരീരിക പീഡയുണ്ടാകാം. ആ വിഷമങ്ങളും ക്ലേശങ്ങളും എല്ലാം താൽക്കാലികമാണ് പ്രിയമുള്ളവർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സത്യം ഇതാണ്. ചില പ്രത്യയ ശാസ്ത്രങ്ങൾ, ചില പഠനങ്ങൾ മാനവകുലത്തെ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആദ്യം ഇവിടുത്തെ ജീവിതം ഒന്ന് സുഖകരമാക്കിയതിന് ശേഷം പോരെ നമ്മുടെ വരുംകാല ജീവിതത്തിലെ ആനന്ദം അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കുക എന്നത്. പ്രിയമുള്ളവരെ, ആ ഫിലോസഫിയിൽ, ആ പഠനത്തിൽ നമ്മൾ പലപ്പോഴും വീണു പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന നമ്മുടെ നിത്യജീവനിലും നമ്മളെ കാക്കുന്നവനാണ്, സ്വർഗീയ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന്. അപ്പോൾ ഈ ക്രിസ്തു പിശാചിന് ആധിപത്യമുള്ള അല്ലെങ്കിൽ പിശാചിൻ്റെ ആധിപത്യത്തെ, മരണത്തിൻ്റെ ആധിപത്യത്തെ തകർത്തത് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് സെന്റ് പോൾ. അതാണ് സെന്റ് പോൾ 1 കൊറിന്തോസ് അതിൻ്റെ 15:54 1 കൊറിന്തോസ് 15:54 അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ ഉന്മത്തനെ പോലെ പറയുകയാണ്, അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാവും. കണ്ടോ, മരണത്തെ വിജയം ഗ്രസിച്ചു. അത് കർത്താവിൻ്റെ കുരിശുമരണമാണ്. വീണ്ടും പറയാണ്, മരണമേ, വീണ്ടും പൗലോസ് വളരെ ഉന്മത്തനെ പോലെ പൗലോസ് ചോദിക്കുക, മരണമേ നിന്റെ വിജയം എവിടെ? വീണ്ടും അടുത്ത വാക്യത്തിൽ പറയാണ്, മരണമേ നിന്റെ ദംശനം എവിടെയെന്ന്. 1 കൊരിന്തോസ് 15:55 നമ്മൾ കാണുകയാണ്, മരണമേ, അവിടെ പൗലോസ് ചോദിക്കണം, മരണമേ നിന്റെ ദംശനം. ഈ ദംശനവും നമുക്കറിയാം, നമുക്ക് ആദ്യമായി ദംശനം മാനവകുലത്തിന് ലഭിക്കുന്ന ദംശനം അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണത്. അവിടെ കർത്താവിൻ്റെ വചനം ലംഘിക്കുവാൻ ഹവയോട് പറഞ്ഞുകൊണ്ട് സർപ്പം മനുഷ്യനെ അവിടെ എന്താ ചെയ്തത്? അവിടെ ദംശിക്കുകയാണ് പ്രിയമുള്ളവരെ ചെയ്തത്, അല്ലേ? അതെ, അവിടെ ദംശിച്ചു. എന്നാൽ കർത്താവ് തൻ്റെ കുരിശു മരണത്തിലൂടെ ഈ ദംശനം, ഈ സർപ്പത്തിൻ്റെ കടി, അതിലൂടെ കടന്നു വന്ന പാപം, അതിലൂടെ കടന്നു വന്ന തകർച്ച, അതിലൂടെ കടന്നു വന്ന ദുരിതം, രോഗം എല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. മാനവകുലത്തിൻ്റെ സമ്പൂർണമായ വിമോചനത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം മുഴുവൻ മാനവരാശിയെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളിങ്ങനെ മരണഭയത്തോടു കൂടി കഴിയേണ്ടവർ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് പഴയ പുസ്തകത്തിൽ. അവിടെ 1 മക്കബായർ 7-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ ഒരു അമ്മയെയും 7 മക്കളെയും കാണുന്നുണ്ട് പ്രിയമുള്ളവരെ. കണ്ടോ, അവിടെ യഹൂദ നിയമങ്ങൾ ലംഘിക്കുവാൻ, അവർക്ക് നിഷിദ്ധമായ പന്നിമാംസം കഴിക്കുവാൻ അവിടെ ആ മക്കളെയും അമ്മയെയും ആ രാജാവിൻ്റെ കിങ്കരന്മാർ പ്രേരിപ്പിച്ചപ്പോൾ അത് നിരസിക്കുകയാണ് ചെയ്തത്. അവരതിന് തയ്യാറായില്ല. അപ്പോൾ 1-ാമത്തെ മകനെ പിടിച്ച് വളരെ ക്രൂരമായ രീതിയിൽ അവർ കൊന്നുകളഞ്ഞവർ. തികച്ചും പ്രാകൃതമായ പീഡനമുറകൾ ഉപയോഗിച്ചാണ് ആ വ്യക്തിയെ ആരും കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന രീതിയിലുള്ള. ആ മകൻ ആ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചായിരുന്നു. അതിൽ കോപാഗ്നിയായി അവരാദ്യം ആ മകനെ പിടിച്ച് വളരെ പ്രാകൃതമായ പീഡനമുറകൾക്ക് വിധേയരായി കൊന്നുകളഞ്ഞു. അങ്ങനെ ഒന്നൊന്നായി 7 പേരെയും കൊന്നു. എന്നാൽ ഈ അമ്മ പിതാക്കന്മാരുടെ ഭാഷയിൽ ആ മക്കളെ ധൈര്യപ്പെടുത്തിയെന്നാണ് അവിടെ നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിലകൊള്ളുന്ന അവസ്ഥ, അല്ലേ? കേട്ടോ, അപ്പം ആ കാലം മുതൽ തന്നെ ഈ ഒരു വലിയ പ്രത്യാശ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരുന്നു. അതിൻ്റെ പൂർണ്ണത അത് പുതിയ നിയമജനമായ നമ്മുടെ ജീവിതത്തിലാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അത് മറ്റൊന്നുമല്ല, അത് കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരൊറ്റ പോയിന്റാണ് കണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിലുള്ള ശരിയായ വിശ്വാസക്കുറവ്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് കുറവ്. ഇവയൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മരണഭയത്തിന് ഇടയാക്കാം. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ള നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കേണ്ട സമയമാണിത്. എന്താണ് ശരിക്ക് ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് എന്ന് പറയുന്നത്? എന്താണത്? നമ്മൾ കാണുന്നുണ്ട് യോഹന്നയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയം അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അവിടെ ഭയങ്കര വിശ്വാസത്തിന്റെ ഇടർച്ച ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ ഭയങ്കര വിശ്വാസത്തിൽ പലർക്ക് ഇടർച്ച, യേശുവിൽ ഇടറുകയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ? ഒത്തിരി പേര് വിട്ടുപോയി അവിടെ. ഈ പഠനം ഭയങ്കര കഠിനമാണ്. അപ്പൊ യേശു അവിടെ പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട്. അത് യോഹന്നാൻ സുവിശേഷം 6:54 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവോട് പറഞ്ഞ ഒരു വാക്കിതാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്. നമുക്കറിയാം വിശുദ്ധ കുർബാന അത് വിശ്വാസത്തിന്റെ കൂദാശയാണ്. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള സാന്നിധ്യത്തിന്റെ പരിപൂർണതയാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിലുള്ള വിശ്വാസക്കുറവ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനങ്ങളിൽ, യേശുവിൻ്റെ കൂദാശാരൂപണയുള്ള സാന്നിധ്യത്തിൽ നമ്മൾ ഇതിനെയൊക്കെ തിരിച്ചറിയാൻ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ഈ മരണഭയം കടന്നു വരുന്നത്. യേശു നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്. ഒരുപക്ഷേ കൂദാശ രൂപേണയുള്ള യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നതിലുള്ള പരാജയം, അല്ലെങ്കിൽ വെള്ള അപ്പത്തിലുള്ള യേശു ക്രിസ്തുവിനെ അനുദിനം സ്വീകരിക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന മടി, അലസത, മുടക്കം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതൊക്കെ പ്രിയമുള്ളവരെ നമ്മളെ മരണഭയത്തിലേക്ക് നയിക്കാനിടയാക്കും. കാരണം ഫാദർ ചാൾസ് അർമിനോ, ഈ ഫ്രഞ്ചുകാരനായ വൈദികൻ, കൊച്ചു ത്രേസ്യായെ ഏറെ സ്വാധീനിച്ച യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതി. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മീയ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചൊരു പുസ്തകമാണിത്. അവിടെ പറയുകയാണ്, വിശുദ്ധ കുർബാന എന്നാൽ അത് നിത്യജീവന്റെ മുന്നാസ്വാദനമാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണത്? അത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാന എന്നാൽ അത് നിത്യജീവന്റെ ഒരു മുന്നാസ്വാദനമാണ്. ഉണ്ടോ? അപ്പോൾ എന്താണ് കാരണം? കാരണം നിത്യജീവൻ എന്നാൽ അത് കർത്താവിന് കൂടെയുള്ള, സ്വർഗത്തിലുള്ള, ദൈവസാന്നിധ്യത്തിലുള്ള നിത്യമായ, അല്ലെങ്കിൽ അവസാനിക്കാത്ത ജീവിതമാണ്, അനന്തമായ ജീവിതമാണ്. നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമാണത്. ഹിന്ദി പറയും, പ്രഭു കാ പ്യാർ ഹമാരാ സമझ के പരേ ഹൈ. നമ്മുടെ ബുദ്ധിയുടെയും അപ്പുറമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിന് അപ്പുറമാണ് എന്ന് പറയുന്നത് പോലെ ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ വിശ്വാസം കൊണ്ട്, വിശ്വാസ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? അത് വിശ്വാസത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാനയാണ്. പറഞ്ഞു വരുന്നത് വളരെ ലളിതമായ കാര്യമാണ്. പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് പ്രിയമുള്ളവരെ. യൂക്കറിസ്റ്റ് സെന്റേർഡ് ലൈഫ്, റോസറി സെന്റേർഡ് ലൈഫ്. പരിശുദ്ധ
കുർബാന, ജപമാല, നമുക്ക് വരാം, നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിക്കുറവ്, അല്ലെങ്കിൽ ദിവികാരുണ്യ സ്വീകരണത്തിൽ നമ്മൾ വരുന്ന മുടക്കം, അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മൾ കാണിക്കുന്ന അലസത. ചിലപ്പോഴൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് കുമ്പസാരിക്കാത്തത് മൂലം, അല്ലെങ്കിൽ പ്രസാദപര അവസ്ഥയിൽ അല്ലാത്തത് മൂലം പലപ്പോഴും ഈശോയെ സ്വീകരിക്കാതെ പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എന്തൊരു ശോചനീയമായ അവസ്ഥയാണത്, എന്തൊരു വേദനിപ്പിക്കുന്ന അവസ്ഥയാണത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പല ഭയങ്ങൾക്കും കാരണം, അതിൽ പ്രധാനപ്പെട്ട മരണഭയത്തിന് കാരണം, നമ്മൾ ഈ ഒരു വലിയ രഹസ്യം, ഇറ്റ്സ് എ മിസ്റ്ററി, ഈ ഒരു വലിയ രഹസ്യം തിരിച്ചറിയുന്നത് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ട് പോകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാരണം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവർ? ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ നമുക്ക് കുറച്ച് കാരണങ്ങൾ മാത്രം കാണാം. അതിൽ മൂന്നാമത്തെ കാരണം എന്താ അറിയോ? നമുക്ക് ഈ സൃഷ്ട വസ്തുക്കളോട്, ഭൂമിയിലെ വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം, പ്രതിപത്തി, നമ്മുടെ ഹൃദയം അതിൽ ഉടക്കി പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? ഫാദർ ചാൾസ് അർമീനോ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അതിന് ആ ഒരു താല്പര്യം മാത്രം നമ്മൾ അതിനോട് കാണിക്കുക, അതിൽ കൂടുതൽ ഒട്ടും അരുത് എന്ന്. നമ്മുടെ ഹൃദയം അവിടെയും ഇവിടെയും ഒന്നും ഉടക്കിപ്പോകരുത് എന്ന്. ഒരു പഴത്തിലും, ഭൂമിയിലുള്ള ഒരു പഴത്തിലും നമ്മുടെ ഹൃദയം ഉടക്കിപ്പോകരുത് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, 1 കൊരിന്തോസ് 15 അവിടെ 19 തിരുവചനം, 1 കൊരിന്തോസ് 15:19, കർത്താവിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് എന്ന്. കണ്ടോ? നമുക്ക് ആ വചനം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമേ. നമ്മൾ ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെക്കണ്ട എന്നല്ല പറയുന്നത്. നമുക്ക് വെക്കാം എല്ലാ കാര്യം, കാരണം അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ പരിപാലകനാണ്, അവൻ നമുക്ക് എല്ലാം നൽകുന്നവനാണ്, അവൻ സർവശക്തനാണ്. ആ ദൈവം നമ്മുടെ സ്നേഹപിതാവാണല്ലേ? അതെ, ആ പിതാവ് നമുക്ക് എല്ലാം തരും. പക്ഷെ പറയുകയാണ്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൽ പ്രത്യാശ വെക്കരുത് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? അങ്ങനെ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹൃദയം ഈ ലോക വസ്തുക്കളിൽ കുടുങ്ങിപ്പോവും പ്രിയമുള്ളവരെ. അങ്ങനെ വരുമ്പോൾ പ്രിയമുള്ളവരെ, പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാമോ? പലപ്പോഴും നമുക്ക് ഒരു മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നിന്റെ യൗവനത്തിൽ തന്നെ കർത്താവിനെ തേടുക എന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രിയമുള്ള, ഇന്ന ദിവസം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിവുള്ള സമയത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത്, നമുക്ക് നല്ല ഓർമ്മയുള്ള സമയത്ത്, കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം. നമ്മൾ ദൈവത്തെ തേടുന്ന വ്യക്തികളായി മാറണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് എന്നാ പറയാ, റിട്ടയർമെൻ്റ് ഒക്കെ ആയി, പെൻഷനൊക്കെ കിട്ടുന്ന പ്രായമായി, നമ്മുടെ കണ്ണും കാണത്തില്ല, കാതും കേൾക്കത്തില്ല, ഒന്നിനെയും നമ്മളെ കൊള്ളാത്ത അവസ്ഥയിൽ, നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അവസ്ഥ, അല്ലേ? ആ അവസ്ഥയിലായി കഴിയുമ്പോഴാണോ പ്രിയമുള്ളവർ നമ്മൾ കർത്താവിനെ തേടേണ്ടത്? ആണോ? അല്ല. അല്ലെങ്കിൽ നമുക്ക് യൗവനത്തിൽ, നമ്മുടെ ബാല്യത്തിൽ, യൗവനത്തിൽ ഇല്ലാത്ത ഒരു ജീവിത ശൈലി നമ്മളെ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമോ? പെട്ടെന്ന് നമ്മളെ കൊണ്ട് അങ്ങോട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല പ്രിയമുള്ളവരെ, ഒരിക്കലുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ
ആ യുവാവേ, നീ നിന്റെ ആ യൗവനത്തിൽ തന്നെ കർത്താവിനെ അറിയുക. നമ്മുടെ ബാല്യത്തിൽ തന്നെ നമ്മൾ കർത്താവിനെ അറിയുക. അങ്ങനെ നമ്മൾ അവൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുക. ബാല്യത്തിൽ യൗവനത്തിൽ നമ്മുടെ കൈകളിലൂടെ ജപമാലയുടെ മണികൾ നമ്മൾ ഉരുട്ടുന്നുണ്ടോ എങ്കിൽ, ജപമാല മണികൾ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, നമ്മുടെ വാർദ്ധക്യത്തിൽ ഇത് നമ്മളെ താങ്ങി നിർത്തും, ഇത് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും നമ്മൾ തകർന്നു പോകുകയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിത്യജീവനെ കുറിച്ച് വലിയ പ്രത്യാശ ഉള്ളവരായി മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ഈ നമ്മളങ്ങനെ ചിന്തിക്കരുത്, ഇതെൻ്റെ നല്ല പ്രായമല്ലേ, എല്ലാത്തിനും നല്ല ശക്തിയും ഓജസ്സും കരുത്തും മനസ്സും എല്ലാം ഉള്ള ഒരു സമയമല്ലേ അത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തു ചെയ്യും? ഞാൻ ഇച്ചിരി ജീവിതം അങ്ങോട്ട് ആസ്വദിക്കും. ഞാൻ അങ്ങോട്ട് കുറച്ച് പോകും, അത് കുറച്ച് കഴിയട്ടെ. അങ്ങനെ വെക്കരുത്. അതിനുള്ള സമയം കഴിഞ്ഞു. പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ആകാശം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷി മൃഗാദികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കാരുണ്യവാനായ ദൈവം പല അടയാളങ്ങളും മാനവകുലത്തിന് നൽകുന്നുണ്ട്, എനിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇല്ലേ പ്രിയമുള്ളവരെ? കേരളത്തിലെ അവസ്ഥകൾ നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ, അല്ലേ? ഈ സാംക്രമിക രോഗവും ഈ എപ്പിഡമിക്കും ഈ മഴയും ഈ മഴക്കെടുതിയും ഉരുൾപൊട്ടലും നാശവും മരണവും സാമൂഹിക സ്പർദ്ധയും ഒക്കെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു സമയമല്ലേ ഇത്? ഇത് കാലത്തെ വിവേചിക്കേണ്ട സമയമല്ലേ പ്രിയമുള്ളവരെ? അല്ലേ? അതേ പ്രിയമുള്ള നമ്മൾ ആ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, വിശുദ്ധർ പറയുന്നത് പോലെ പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ച്, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ വെച്ചുകൊണ്ട് ചിന്തകളെ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ട ഒരു സമയമാണിത്. കാരണം നമ്മൾ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പേജ് നമ്പർ 261, അവിടെ 1011 ഖണ്ഡികയിൽ സഭ നമ്മളെ വളരെ വ്യക്തമായി ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നമ്മളിത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അവിടെ പറയുകയാണ്, മനുഷ്യനെ അവൻ്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നുവെന്ന്. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അവിടെ പറയുകയാണ്, മനുഷ്യനെ അവൻ്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നുവെന്ന്. കണ്ടോ? നമ്മുടെ മരണത്തിലൂടെ ദൈവം അവൻ്റെ പക്കലേക്ക് നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം ആരാണ്? നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണല്ലേ? നമ്മുടെ അപ്പൻ, നമ്മുടെ സ്നേഹപിതാവ്, നമ്മുടെ ഭൂമിയിലെ അപ്പൻ നമ്മളെ വിളിച്ചാൽ നമുക്ക് ആ അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ വല്ല പേടിയുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ലല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത്? പിന്നെ നമ്മൾ എന്തിനാണ് പ്രിയമുള്ളവരെ മരണത്തെ ഭയപ്പെടുന്നത്? ഇവിടെ കത്തോലിക്കാ സഭയുടെ മതബോധം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ദൈവം മരണത്തിലൂടെ മനുഷ്യനെ തന്നിലേക്ക് വിളിക്കുകയാണ് എന്ന്. നമ്മുടെ പ്രശ്നം മറ്റൊന്നുമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്, അല്ലേ? പലപ്പോഴും ആദവും ഹവ്വായും ചെയ്തതുപോലെ ദൈവം കടന്നു വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കുകയാണ്, മറയുകയാണ്. കാരണം എന്താണ്? കാരണം ദൈവം അരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ഭയം, അതൊരിക്കലും ദൈവ ഭയമല്ല പ്രിയമുള്ളവർ. നമ്മുടെ പ്രവൃത്തി കാരണം, നമ്മുടെ പാപത്തിലൂടെ നമ്മിലേക്ക് പ്രവേശിക്കുന്ന സാത്താൻ കൊണ്ടുവരുന്ന ഭയം, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ
ഈ സമയങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആനന്ദദായകമായ കാര്യമാണ് പ്രിയമുള്ളവരെ മരണമെന്നത്. അത് ഈ ഭൂമിയിലെ ജീവിതം വിട്ട് നമ്മുടെ സ്നേഹപിതാവിൻ്റെ പക്കൽ സ്വർഗത്തിലുള്ള എന്നേക്കുമുള്ള ജീവിതത്തിലേക്കുള്ള തുടക്കമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് അഗസ്റ്റിൻ തൻ്റെ കൺഫെഷൻസ് എന്ന പുസ്തകത്തിൽ അവിടെ ഇപ്രകാരം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: സെയിന്റ് അഗസ്റ്റിന് മാനസാന്തരമുണ്ടായതിനു ശേഷം കർത്താവിനാൽ ആ ജ്ഞാനിയായ മനുഷ്യൻ പിടിക്കപ്പെട്ടതിന് ശേഷം സെയിന്റ് അഗസ്റ്റിനും അമ്മ വിശുദ്ധ മോനിക്കയും കൂടെ ഒരു ദിവസം ഒരു പൂന്തോട്ടത്തിലായിരിക്കുമ്പോൾ അവർക്കൊരു സ്വർഗീയ അനുഭൂതി ഉണ്ടാകുകയാണ്. അവരിങ്ങനെ ദൈവത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്വർഗീയ അനുഭൂതി അവർക്ക് സ്വർഗം ദൈവം അനുവദിച്ചു കൊടുക്കുകയാണത്. അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അത് എത്ര സമയം നീണ്ടു നിന്നു എന്ന് അവർക്കറിയില്ല എന്ന്. സെയിന്റ് അഗസ്റ്റിൻ പറയുകയാണ്, അത് എത്ര സമയം നീണ്ടു നിന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്വർഗീയ ആനന്ദം അത് വ്യക്തമായി വിവരിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് അതിലൂടെ ആ വിശുദ്ധനായ അമ്മ, ആ മകനും വിശുദ്ധയായ അമ്മയും കടന്നുപോയി. സഭയിലെ രണ്ട് ശ്രേഷ്ഠരായ വിശുദ്ധർ, വിശുദ്ധ മോനിക്കയും വിശുദ്ധ അഗസ്റ്റിനും, അല്ലേ, അമ്മയും മകനും. ഈ അനുഭവം ഉണ്ടായതിനു ശേഷം വിശുദ്ധ മോനിക്ക തൻ്റെ മകൻ സെയിന്റ് അഗസ്റ്റിനോട് ഇങ്ങനെ പറയുകയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഭൂമിയിലെ ഒരു വസ്തുവിലും വലിയ പ്രസക്തിയില്ല എന്ന്, ഒന്നിലും എനിക്കിനി താല്പര്യമില്ല എന്ന്. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി അത് മാത്രം മതിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഈ ഒരു സ്വർഗീയ അനുഭവം കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സെയിന്റ് അഗസ്റ്റിനോ അവൻ്റെ അമ്മയ്ക്കും മറ്റൊന്നിലും താല്പര്യമില്ലെന്നായി മാറി പ്രിയമുള്ളവരെ. കാരണം അത്തരത്തിലുള്ള ഒരു സ്വർഗീയ അനുഭവമായിരുന്നു അത്. അതവരുടെ ജീവിതങ്ങളെ ആകമാനം മാറ്റിമറിച്ചു. ആ വിശുദ്ധ ഇങ്ങനെ പറഞ്ഞു: ഇനി എനിക്ക് എന്തിലാണ് ആനന്ദിക്കാൻ കഴിയുക എന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്കാണ്, ആത്മീയമായ വിളിയിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധ മോനിക്കയ്ക്കും വിശുദ്ധ അഗസ്റ്റിനും വേണ്ടി മാത്രം കർത്താവ് മാറ്റിവെച്ച ഒരു കൃപയല്ല, ഒരു അനുഗ്രഹമല്ല, ഒരു അവസ്ഥയല്ല. മറിച്ച് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ നൽകുവാൻ കർത്താവ് തയ്യാറാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇവയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നമ്മളത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതങ്ങളുടെ നിസ്സാരത, നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികത, അല്ലേ, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കാനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കർത്താവ് അവിടുത്തെ ആത്മാവിലൂടെ വെളിപ്പെടുത്തിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരേണ്ട, അടുക്കും ചിട്ടയും കൊണ്ടുവരേണ്ട, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. സ്വർഗം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കർത്താവിലേക്കുള്ള ഒരു പൂർണ്ണമായ തിരിച്ചുവരവ്, ഒരു യു ടേൺ, ഒരു കംപ്ലീറ്റ് യു ടേൺ നമ്മൾ എടുക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടമാണിത്. അതിനായി സഭാമാതാവ് പ്രത്യേകമായി ഒരുക്കിയൊരു മാസമാണിത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം.
ഇനി ഞാൻ പറയാം, മരണത്തെ ധൈര്യപൂർവ്വം നേരിട്ട മറ്റൊരു അൽമായ വിശുദ്ധൻ, അത് മറ്റാരുമല്ല, വിശുദ്ധ തോമസ് മൂർ. നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിതം ഒന്ന് വായിക്കണം പ്രിയമുള്ളവരെ. നമ്മളത് വിശുദ്ധ തോമസ് മൂർ അല്ലേ? നമുക്കറിയാം, ബ്രിട്ടനിലെ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ ഒരു ഹൈ ഒഫീഷ്യലായിരുന്നു വിശുദ്ധ തോമസ് മൂർ. എന്നാൽ രാജാവിൻ്റെ തെറ്റിന്, വഷളത്തരത്തിന് കൂട്ടു നിൽക്കാത്തത് കാരണം, സഭയോട് ചേർന്ന് നിന്നത് കാരണം അദ്ദേഹത്തെ മരണത്തിന് വിധിക്കുകയാണ് ചെയ്തത്. നമുക്കവിടെ വളരെ, നമ്മൾ ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ നമ്മുടെ ഹൃദയസ്പർശിയായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അവിടെ എന്താണത്? എന്താ അത്? ഈ തടവിലായിരിക്കുമ്പോൾ പലപ്പോഴും തോമസ് മൂറിൻ്റെ പക്കൽ രാജാവ് പ്രലോഭനവുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജാവിൻ്റെ പേര് കാക്കാൻ വേണ്ടി പല പ്രലോഭനങ്ങളുമായി പലരെയും അയക്കുന്നുണ്ട് അങ്ങോട്ട്. രാജാവിൻ്റെ കൂടെ നിൽക്ക്, എടുത്ത തീരുമാനം ഒന്ന് മാറ്റ്, തിരിച്ച് വീണ്ടും ജോലിയിലേക്ക്, ഈ രാജകീയമായ റോയൽ ആ ഒരു എംപ്ലോയി ആ അവസ്ഥയിലേക്ക് നീ കടന്നു വാ, നിന്റെ പൊസിഷനിലേക്ക് നീ കടന്നു വാ എന്നൊക്കെ. എന്നാൽ മിസ്റ്റർ തോമസ് മൂർ ഇതെല്ലാം കർത്താവിൻ്റെ ശക്തിയാൽ പരാജയപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഡിനൈ ചെയ്തു. എന്താണ് കാരണം? പൗലോസ്ലിയെ പോലെ എല്ലാം കർത്താവായ ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനമൊഴികെ, അവനെക്കുറിച്ചുള്ള അറിവൊഴികെ സകലതും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു പ്രസാദപരം ആ വിശുദ്ധനിൽ കർത്താവിൻ്റെ ആത്മാവ് ചൊരിഞ്ഞു. ഇത് നമ്മൾക്കും അവകാശപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. കേട്ടോ, അതെല്ലാം, ആ വാഗ്ദാനങ്ങളെല്ലാം, ആ പ്രലോഭനങ്ങളെല്ലാം തോമസ് മൂർ തൻ്റെ പ്രസാദപര ശക്തിയാൽ പരാജയപ്പെടുത്തി. വീണ്ടും നമ്മൾ ആ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മരണഭയം ലവലേശം അദ്ദേഹത്തെ യേശുവിൽ. അദ്ദേഹത്തിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്. അവസാനം ആരാച്ചർമാർ കഴുത്തുവെട്ടാൻ വേണ്ടി ആ വിശുദ്ധനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം നീണ്ട അദ്ദേഹത്തിൻ്റെ താടിയിൽ തടവിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ ഈ താടിക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്, കാരണം ഈ താടി ഒരു പാപവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഹല്ലേലൂയ! പറച്ച് നമ്മൾ ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ അല്ലേ? കേട്ടോ, അപ്രകാരം പറയണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു മാനസിക ഉറപ്പെന്താണ് പ്രിയമുള്ളവർ? തൻ്റെ സ്വർഗത്തിലെ കുറിച്ചുള്ള ആ പ്രത്യാശയിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും ജ്ഞാനവും എന്താണ് പ്രിയമുള്ളവരെ? ആ വിശ്വാസ ദൃഢത അതെന്താണ് പ്രിയമുള്ളവരെ? അത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതല്ലേ? അല്ലേ? അത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ തമാശയോടെ പറയുകയാണ്, നിങ്ങൾ ഈ താടിയെ നിങ്ങളൊന്നും ചെയ്യരുത്. പിന്നെയാണോ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്, നമ്മൾ ആകുലപ്പെടുന്നത്? ഒരു ചെറിയ കഷ്ടമുണ്ടാകുമ്പോൾ, ഒരു ചെറിയ രോഗമുണ്ടാകുമ്പോൾ, ഒരു ചെറിയ ദുരിതമുണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് തകർന്നു പോകണം? നമ്മൾ എന്തിന് ദൈവത്തെ ദുഷിക്കണം? നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ സ്വർഗീയ ഭവനം. യേശുക്രിസ്തു പറയുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുകയാണ് എന്ന്. ഇതൊന്നും കർത്താവിൻ്റെ ആകാശം ഭൂമിയും കടന്നു പോകാം, എന്നാൽ കർത്താവിൻ്റെ വചനം കടന്നു പോകുകയില്ല പ്രിയമുള്ളവർ. അതിൽ നിന്ന് വള്ളിയും പുള്ളിയും മാറുകയില്ല. ഇന്ന് നമ്മുടെ പല രീതിയിലുള്ള അധപതനത്തിനും മ്ലേച്ഛമായ ജീവിതത്തിനും കുത്തഴിഞ്ഞ ജീവിത ശൈലിക്കുമൊക്കെ ഒരു കാരണം എന്താണെന്നറിയാമോ? നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതാണ്. സ്വർഗം അതൊക്കെ ഓരോരോ സെറ്റപ്പ് അല്ലേ? അതൊക്കെ അല്ലേ? അതൊക്കെ ഓരോരോ ക്രിയേഷനല്ലേ? അതൊക്കെ മനുഷ്യനെ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ വിശ്വാസത്തിൽ നിർത്താൻ വേണ്ടിയുള്ള ചില വ്യക്തികളുടെ ഒരു രൂപീകരണമല്ലേ? അല്ല പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്. നരകം, ശുദ്ധീകരണ സ്ഥലം, തനത് വിധി, അന്ത്യവിധി. നമ്മൾ ഈ അടിസ്ഥാനപരമായ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി വിളിക്കപ്പെട്ടതാണ്. അതല്ലേ പറഞ്ഞത്?
ആത്മീയമായി ജീവിക്കുന്നവൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു എന്ന്. റോമ 8:5. നമ്മൾ ആത്മീയരാണോ? ഞാനും നിങ്ങളും അങ്ങനെ അവകാശപ്പെടുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മനസ്സ് വെക്കേണ്ടത്. കണ്ടോ, ഈ നാളുകൾ കർത്താവ് നമ്മളെ അതിനുവേണ്ടി പ്രത്യേകമായി വിളിക്കുകയാണ് പ്രിയമുള്ളവർ. നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറയാം. ഇങ്ങനെയുള്ള സമയങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത് ഓർത്ത് വീണ്ടും നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കടന്നുപോയ ഒരു വിശുദ്ധൻ, മറ്റാരുമല്ല, അത് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. തൻ്റെ കുടുംബ സാഹചര്യം കൊണ്ടും തൻ്റെ സമൂഹത്തിലെ മറ്റു പല അവസ്ഥകൾ കൊണ്ടും അവഗണിക്കപ്പെട്ട, മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി കടന്നുപോയ ഒരു മഹാനായ വിശുദ്ധൻ, പാവങ്ങളുടെ സ്നേഹിതൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വളരെയേറെ വാക്കുകളുണ്ട് പ്രിയമുള്ളവരെ. അത്ഭുത പ്രവർത്തകൻ, ബൈലൊക്കേഷൻ, ഒരേ സമയത്ത് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കർത്താവിൽ നിന്ന് അത്ഭുത സിദ്ധി ലഭിച്ചവൻ, പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന അവസ്ഥയിലേക്കുള്ള ആത്മീയ കൃപ ലഭിച്ച വ്യക്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ മൊണാസ്ട്രിയിൽ, ആ ആശ്രമത്തിൽ സാധാ ജോലികളൊക്കെ ചെയ്ത പ്രിയമുള്ളവർ ജീവിച്ചത്. അദ്ദേഹം അവിടുത്തെ കൃഷിപ്പണി, മറ്റുള്ള പുറം പണികൾ, അങ്ങനെയുള്ള പണികളെല്ലാം എടുത്ത് ഇങ്ങനെ എന്താ പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷം ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷം എപ്പോഴും ഒരു പണിക്കാരൻ്റെ വേഷമായിരുന്നു. അത്ര നല്ല വൃത്തിയുള്ള ഒരു വേഷമൊന്നും അല്ല പ്രിയമുള്ളവരെ അദ്ദേഹം ഇട്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം, ഒരു നവംബർ 3-ാം തീയതി, വിശുദ്ധൻ നല്ല വെള്ള ഷർട്ടെല്ലാം എടുത്തിട്ട്, നല്ല വൃത്തിയുള്ള ഷർട്ടെല്ലാം എടുത്തിട്ട് അവിടുത്തെ അധികാര മുമ്പിലേക്ക് കടന്നു വന്നു. അപ്പോൾ ചോദിച്ചു, മാർട്ടിൻ ഇന്ന് എന്നെ പറ്റിയൊരു പ്രത്യേകത, ഇന്നെന്താ ഒരു മാറ്റം, ഇന്നെന്താണ് ഈ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? അപ്പം വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ്. കണ്ടോ, ഇതാണ് പ്രിയമുള്ളവരെ മരണത്തിലുള്ള അടുത്ത ഒരുക്കം എന്ന് പറയുന്നത്. ആ ഷർട്ട് മാത്രമല്ല, ആ വിശുദ്ധൻ്റെ ജീവിതത്തെയും മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം ഒരുക്കിയിരുന്നു. പുതിയ എടുത്തിട്ട് കണ്ടോ, ഒരു മാറ്റം വരുവാണ് അവിടെ. എന്നെ കാരണം നമ്മളെവിടെ പോകുമ്പോഴാണ് നല്ല ഡ്രസ്സ് ഇടുന്നത്? വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമുക്കുള്ള സ്നേഹമുള്ള ആൾക്കാർ, അല്ലെ വളരെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇടും, നല്ല തേച്ച് മിനുക്കി അല്ലേ ഇടുന്നല്ലേ. എന്നാൽ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് അദ്ദേഹത്തിൻ്റെ മരണ ദിവസമായി. അത് അദ്ദേഹം സ്വർഗത്തിലേക്ക് നിത്യ സമ്മാനത്തിനായി പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന ദിവസമായിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെയാണ് ആ വിശുദ്ധൻ തൻ്റെ മരണത്തെ എതിരേറ്റത്. മരണത്തെ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് എതിരേറ്റ വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണത്തെ സന്തോഷത്തോടുകൂടി പുൽകി എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മുടെ മുമ്പിൽ എത്രയോ സാക്ഷ്യങ്ങളാണ്. ഞാനും നിങ്ങളും മരണത്തെ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 261-ാമത്തെ പേജിൽ പഠിപ്പിക്കുന്നത് പോലെ മരണം ദൈവം തൻ്റെ പക്കലേക്ക് മനുഷ്യനെ വിളിക്കുന്നതാണ്. എന്തിനാണ് ആ സ്നേഹപിതാവിൻ്റെ പക്കലേക്ക് പോകാൻ നമ്മൾ പേടിക്കുന്നത്, നമ്മൾ അസ്വസ്ഥരാകുന്നത്? നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം പ്രിയമുള്ളവരെ. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണ്. നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന പ്രാർത്ഥനയിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വെറുതെയല്ല പ്രിയമുള്ളവരെ, അതിന് വലിയ അർത്ഥമുണ്ടത്. ഉണ്ടോ? ആ പ്രാർത്ഥനയോടുകൂടി മറ്റൊന്നുമല്ല ചേർത്തത്. പരിശുദ്ധ മറിയം ഹോളി മേരി തമ്പുരാൻ്റെ അമ്മ, അത് വിശ്വാസത്യമാണത്. മദർ ഓഫ് ഗോഡ് അല്ലേ? പാപികളായ ഞങ്ങൾ, നമ്മുടെ അവസ്ഥ ഇപ്പോൾ പ്രാർത്ഥിക്കണം. പിന്നെ എപ്പോഴാണ് പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത്? മരണസമയത്ത്. ഉണ്ടോ?
ഇതൊക്കെ സ്വർഗം നമുക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളല്ലേ? നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഇത്? കാരണം മരണസമയത്ത് ഒരു വലിയ വടംവലിയിലൂടെ നമ്മൾ കടന്നു പോകും. വിശുദ്ധാത്മാക്കൾ അങ്ങനെയാണ് പറയുന്നത്. പല വിശുദ്ധരുടെ ജീവിതത്തിൽ സാത്താന് പലരെയും വല്ലാതെ നിരാശയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ അമ്മത്തേസയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ സാത്താൻ നുണയന്റെ പിതാവുമായതിനാൽ ഒരു വലിയ ആത്മീയ സംഘർഷ അവസ്ഥയിലൂടെ കടന്നു പോകും. ആ സമയത്ത് നമുക്ക് മറ്റാരേക്കാൾ ഉപരിയായി നമ്മൾ മധ്യസ്ഥം തേടേണ്ടത് നമ്മുടെ പരിശുദ്ധ അമ്മയുടേതാണ്, അല്ലാതെ മറ്റാരുടെയുമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? അതാണ് ആ പ്രാർത്ഥനയിൽ. അങ്ങനെ നമുക്ക് എല്ലാ സമയത്തും, പ്രത്യേകമായി നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിൽ വാദിക്കുവാൻ ഒരു അമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് ആ അമ്മയിൽ നമുക്ക് ആശ്രയിക്കാൻ, പ്രിയമുള്ളവരെ. മറിയമേ എൻ്റെ ആശ്രയമേ. ജപമാല പ്രാർത്ഥനയ്ക്ക് പ്രിയമുള്ളവരെ വലിയ ശക്തിയുണ്ട്. പ്രത്യേകമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിട്ടകൾ കൊണ്ടുവരുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ വിശദീകരിക്കുവാൻ, കർത്താവിൻ്റെ ജനന, പരസ്യ ജീവിത, പീഡാസഹന, കുരിശുമരണ, ഉദ്ധാന രഹസ്യങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുന്ന ജപമാല പ്രാർത്ഥനയല്ലാതെ ശ്രേഷ്ഠമായ മറ്റേത് പ്രാർത്ഥനയാണുള്ളത് പ്രിയമുള്ളവരെ? വിശുദ്ധ ഡോൺ ബോസ്കോ കണ്ട ദർശനം നമ്മൾ മറക്കരുത്. സഭാനൗക ആടി ഉലഞ്ഞപ്പോൾ, സഭയെ ശത്രുക്കള്, പല രീതിയിലുള്ള ശത്രുക്കള് പലയിടങ്ങളിൽ നിന്ന് ആക്രമിച്ചപ്പോൾ, പരിശുദ്ധ പിതാവ് അസ്വസ്ഥനായപ്പോൾ 2 സ്തൂപങ്ങൾ പൊങ്ങി വന്നു. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ, ഈ സഹസ്രാബ്ദത്തിൽ മനസ്സിലാക്കേണ്ട 2 ആത്മീയ രഹസ്യങ്ങളാണത്. ഇതിനെക്കുറിച്ച് ദിവംഗതനായ ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ സഹസ്രാബ്ദം അത് ദിവ്യകാരുണ്യത്തിന്റെയും മരിയ ഭക്തിയുടെയും നാളുകളായിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ആ 2 സ്തൂപങ്ങൾ പൊങ്ങി വന്നു. ഉടനെ പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു, സഭാ നൗക ആ 2 സ്തൂപങ്ങൾക്ക് ഇടയിലേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുവാനായി. അപ്പോൾ ഉടനെ കാറ്റും കോളും ശമിച്ചു, ശത്രുക്കൾ ചിതറി, അവർ പരാജയപ്പെട്ടു പലായനം ചെയ്തു. ഇന്ന് നമ്മുടെ സഭയെ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ട 2 ആയുധങ്ങൾ, 2 ഭക്തിമാർഗങ്ങൾ മറ്റൊന്നുമല്ല, അത് വിശുദ്ധ കുർബാനയും ജപമാലയുമാണ് പ്രിയമുള്ളവരെ. സാത്താൻ ഈ 2 ഭക്തിയെ എല്ലാ കാലവും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ സഭയിലൊക്കെ ഈ 2 ഭക്തികൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ സാത്താൻ അഴിച്ചുവിടുന്നുണ്ട്. ഈ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം പ്രിയമുള്ളവർ. അവസാനമായി നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ അത് മറ്റാരുമല്ല, വിശുദ്ധ യോസേപ്പ് പിതാവ്. എന്തുകൊണ്ടാണ് യോസേപ്പ് പിതാവിനെ നല്ല തൽമരണത്തിൻ്റെ മധ്യസ്ഥനായി വണങ്ങുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണം അത് ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അതിൽ പരം ഭാഗ്യപ്പെട്ട ഒരു വേർപാടുണ്ടാകാനുണ്ടോ? ഇങ്ങനെയാണ് ചരിത്രം നമ്മളോട് പറയുക. പരിശുദ്ധ അമ്മയുടെ മടിയിൽ തലവെച്ച് ഈശോ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് കണ്ണുകൾ തിരുമി അടച്ചാണ് വിശുദ്ധ യോസേപ്പ് പിതാവ് തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞത് എന്നാണ്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട മരണമാണ് പ്രിയമുള്ളവരെ, അല്ലേ? ഇതിന് ശ്രേഷ്ഠമായ ഒരു അവസ്ഥ ഒരു മനുഷ്യാത്മാവിന് ഈ ഭൂമിയിൽ ലഭിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ, ഒരിക്കലുമില്ല. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പിതാവിനോട്. ഈ സൽമരണത്തിൻ്റെ മധ്യസ്ഥൻ നമ്മെ സഹായിക്കും, നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കും. നമ്മുടെ കുടുംബത്തിൽ മരണാസന്നരായി കിടക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയും ഈ സൽപിതാവിനോട് പ്രാർത്ഥിക്കാം. പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും മരണ ഭയത്തിൽ നിന്ന് വിടുവിക്കട്ടെ. കർത്താവ്
തൻ്റെ പക്കലേക്ക് നമ്മളെ വിളിക്കുകയാണെന്നുള്ള ആ വലിയ ആത്മീയ രഹസ്യം മനസ്സിലാക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി വലിയ പരിശുദ്ധാത്മ കൃപയ്ക്കായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, കൃപവർഷിക്കണമേ, കൃപവർഷിക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിൽ വ്യാപരിക്കണമേ, വ്യക്തി ജീവിതങ്ങളിൽ കടന്നു വരണമേ. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, കൃപവർഷിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരുന്നുകൊണ്ട് നമുക്ക് ദിവ്യകാരൻ നാഥനെ ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ, യേശുവേ, എല്ലാവരും ഒന്നു ചേർന്ന് വലിയ കൃപയ്ക്കായി ദാഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ പാടി പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. വിടിപ്പിക്കണമേ, എല്ലാ ഭയങ്ങളും വിടിപ്പിക്കണമേ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ രക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അഭിഷേകത്തോടെ ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ആരാധന, ആരാധന, ആരാധന. ആമേൻ, ആമേൻ. ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, ഈ ഹൃദയങ്ങളിൽ ചലിക്കണമേ. ഹല്ലേലൂയ, എല്ലാ തെറ്റായ ബോധങ്ങളും വിട്ടുവീക്കണമേ കർത്താവേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. സുവിശേഷത്തിന്റെ ആനന്ദം കൊണ്ട് കുടുംബങ്ങളെ, വ്യക്തികളെ നിറയ്ക്കണമേ കർത്താവേ. ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലുണ്ട്, ഈശോ, ഈശോ. യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കൃപയുടെയും ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ,
ഇതാ ദിവ്യകാരുണ്യ ഈശോ, ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് ലാസറിന്റെ കുടുംബത്തോട് പറഞ്ഞവൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഈ രാത്രിയിൽ അവൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്റെ കൃപ വർഷിക്കുകയാണ്. പ്രത്യേകമായി ഈ മാസത്തില് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആത്മീയമായി വേർപെട്ടു പോയവരെ വിധിക്കുന്നവനായ വിധിയാളൻ തന്റെ കരുണ വർഷിക്കുന്ന സമയമാണിത്. നമുക്ക് അവന്റെ പക്കൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാൻ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പ്രിയമുള്ളവരെ നാഥന്റെ പക്കലേക്ക് വിട്ടുകൊടുക്കാം. അവൻ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുവാൻ, അവൻ നമ്മുടെ ജീവിതങ്ങളെ പുതുക്കി പണിയുവാൻ അവൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ ഈ ദിവ്യകാരുണ്യ ഈശോയെ കൊണ്ട് സാധിക്കും. നമ്മൾ പറഞ്ഞതുപോലെ അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും. അവിടുന്ന് സ്നേഹത്തിന്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അവിടുത്തെ ആഗ്രഹം നമ്മുടെ ജീവിതങ്ങളെ വരപ്രസാദത്തിന്റെ നിറവിൽ ആക്കി തീർക്കുക എന്നതായിരുന്നു. യുഗാന്ത്യം വരെയും ഞാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാന പ്രകാരം ഈശോ വിശുദ്ധ കുർബാനയായി സഭയിൽ നമ്മുടെ ജീവിതങ്ങളിൽ എന്നേക്കും വസിക്കുകയാണ്. ഇതൊരു വലിയ ആനന്ദത്തിന്റെ, ഇതൊരു വലിയ സമാശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ. നമുക്ക് നമ്മുടെ കർത്താവിന്റെ പക്കലേക്ക് വലിയ കൃപയ്ക്കായി, സ്വർഗീയ ജ്ഞാനത്തിനായി അണയാം. നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങള് ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. പല ഭയങ്ങളും, പല ആശങ്കകളും, പല വേദനകളും എന്റെ കർത്താവേ ഞങ്ങളെ ഭരിക്കുന്നുണ്ട്. ഞങ്ങളെ അവ പലപ്പോഴും അടിമപ്പെടുത്തുന്നുണ്ട് കർത്താവേ. മരണഭയം ഞങ്ങളെ ഗ്രസിക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങളുടെ ദുർബല പ്രകൃതി, ആദി പാപത്തിലൂടെ ദുർബലമായി തീർന്ന നഷ്ടമായ ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും അതിലൂടെ സംലഭ്യമായ ജഡികമായ പ്രവണതകള് കർത്താവേ, ദുഷ്ടഴക്കങ്ങള് കർത്താവേ, പാപ ചായ്ച്ചിലുകള്, ഇതൊക്കെ സർപ്പദംശനത്തിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന പാപ സ്വഭാവങ്ങള്, മൂലപാപത്തിന്റെ വേരുകള് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഇവയെല്ലാം ഭരിക്കുന്നുണ്ട് കർത്താവേ. അവിടുന്ന് അവിടുത്തെ അഗ്നിയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരണമേ. അവിടുന്ന് മരണത്തെ ജയിച്ചവനാണല്ലോ കർത്താവേ. അവിടുത്തെ നാമത്തിന് മുമ്പില് എല്ലാ മുട്ടുകളും മടങ്ങുമല്ലോ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ അവിടുത്തെ കഴിയുമല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ യേശുവേ, ഞങ്ങളെ മരണഭയത്തിൽ നിന്ന് വിടുവിക്കണമേ. ഒരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ദിവ്യകാരുണ്യ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. ഈശോ, ഈശോ, യേശു അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ആമേൻ. പാടി പ്രാർത്ഥിക്കാം, ചേർന്ന് പാടാൻ പാടി. ജീസസ്
മരണത്തെ വിശ്വാസത്തോടെ പാടിക്കേ, ജയിച്ചവൻ ബോധ്യത്തോടെ പാടിക്കേ ഇത്. ആമേൻ. ജീസസ്. ആമേൻ, ആമേൻ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ ഈശോ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പാടിക്കുക, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും സമർപ്പിച്ച് പാടിക്കുക. നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും ദുരിതാവസ്ഥയും കൊടുത്ത് പാടിക്കുക, എല്ലാ മുട്ടും. ആമേൻ, ആമേൻ. യെസ്, mighty deliverance. ഈശോ, ഈശോ, യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളെ കൊടുത്ത് പാടിക്കേ. ഈശോ, ഈശോ. ആമേൻ, ആമേൻ. എല്ലാ നാവും പാടി, ഈശോയേ, ഈശോയേ. യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപ സ്വഭാവങ്ങൾ കൊടുത്ത്, മരണപ്രകൃതി കൊടുത്ത് പാടിക്കേ. മടങ്ങും, ഈശോ, ഈശോ. നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊടുത്ത്, നമ്മുടെ അലസത മടി കൊടുത്ത് പാടിക്കേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. നമുക്ക് ഉയർന്ന് പാടാം. ആമേൻ, ആമേൻ. ഈശോ, യേശു നീ. അവൻ ജീവനാണ്, അവൻ വഴിയാണ്, അവൻ സത്യമാണ്. യേശു ഉള്ളിടത്ത് മരണമില്ല, യേശു ഉള്ളിടത്ത് യാതൊരു നിരാശയുമില്ല, അവിടെ പ്രത്യാശ മാത്രം. യേശു ഉള്ളിടത്ത് അന്ധകാരമില്ല, അവിടെ പ്രകാശവും പ്രത്യാശയും മാത്രം. എന്റെ പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഒരിക്കലും അത് തകർച്ചയല്ല, അത് മറിച്ച് വലിയ മഹത്വത്തിലേക്കുള്ള പ്രയാണമാണ്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു നീ. ഒരിക്കൽ കൂടി ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് വിളിച്ചേ. യേശുവേ, എല്ലാം ചേർന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ, അവിടുത്തെ പ്രസാദം നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ, കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, സമൂഹങ്ങളിലേക്ക് കടന്നു വരണമേ, സഭയിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശമുള്ളവനായ, ആദിമന്ത്യവുമായ, ആൽഫയും ഒമേഗയുമായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മുടെ മുട്ടുകൾ നമുക്ക് മടക്കാം. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരുന്നു കൊണ്ട് ഈ സമയത്ത് സഭാമാതാവ് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, സഭയിൽ നിന്ന് ശാരീരികമായി വേർപെട്ട് നിത്യസമ്മാനത്തിന് വേണ്ടി യാത്രയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നവംബർ മാസം മുഴുവനും സിമിത്തേരി സന്ദർശിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് പ്രസാദവരത്തിൽ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ലഘുപാപങ്ങളിൽ നിന്ന് വരെയും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടി സഭയുടെ പ്രാർത്ഥന ഭണ്ഡാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയിലൂടെ പൂർണ്ണ ദണ്ഡവിമോചനം ശുദ്ധീകരണാത്മാക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പൂർണ്ണ ദണ്ഡവിമോചനം സാധാരണ അത് 8 ദിവസങ്ങളായിരുന്നു. എന്നാൽ ഈ വർഷം പ്രത്യേകമായ
സാമൂഹിക അവസ്ഥ മൂലം അത് നവംബർ മാസം മുഴുവനുമുണ്ടത്. എന്തൊരു കരുണയാണ് സഭയിലൂടെ സ്വർഗം നമ്മളോട് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉണരേണ്ട സമയമല്ലേ ഇത്? നമ്മൾ ഈ കൃപാവരം പ്രാപിക്കേണ്ട സമയമല്ലേ ഇത്? നമുക്ക് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ ദേശത്ത് നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് കർത്താവേ കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. ദൈവമേ, അവിടുത്തെ കരുണ അവിടുന്ന് വർഷിക്കണമേ. കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ കാണിക്കണമേ. ദൈവമേ, ഈശോ ഈശോ, കർത്താവേ കരുണ ചൊരിയണമേ. ഈശോയെ ഈശോയെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കർത്താവിന്റെ അനന്തമായ കരുണ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഈശോയെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസാദപര അവസ്ഥയിലല്ലാതെ കടന്നുപോയ എല്ലാവർക്കും വേണ്ടി കനിയേണമേ. പെട്ടെന്ന് ഉള്ള ചില സംഭവങ്ങൾ മൂലം മരണപ്പെട്ടവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോ ഈശോ ഈശോ, ആരാധന ആരാധന. കനിയേണമേ. നമുക്കറിയാവുന്ന വലിയ പാപാവസ്ഥയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. നമ്മുടെ തലമുറകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കർത്താവേ, കൃപ വർഷിക്കണമേ. മരണഭയത്തിലായിരുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്ക് യാചിക്കാം. ഞങ്ങളിൽ കനിയേണമേ. പ്രത്യേകമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ 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 ആമേൻ. ഞങ്ങളിൽ കനിയേണമേ. കരുണ ചൊരിയണമേ എന്റെ ദൈവമേ, കരുണ ചൊരിയണമേ. കർത്താവ് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ദൈവമേ, ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവ പരിശുദ്ധാത്മ കൃപയാൽ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, സഭാത്മകമായി വളരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളുടെ യുവാക്കന്മാരെ, ദിശാബോധമില്ലാതെ, വിശ്വാസത്തിൽ ആഴമില്ലാതെ, ഉറപ്പില്ലാതെ അവിടെയും ഇവിടെയും പോകുന്ന ഞങ്ങളുടെ യുവാക്കളെ അവിടുത്തെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. അവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും ഈശോയെ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈശോ, അവിടുത്തെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും മൂടണമേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമുക്ക് ഈ മാസം മുഴുവനും നമ്മുടെ ജീവിത അന്ത്യത്തെക്കുറിച്ച്, മരണം, സ്വർഗം, നരകം, തനത് വിധി, അന്ത്യവിധി, ശുദ്ധീകരണ ആത്മാക്കൾ, നല്ല മരണം, ഇവയെക്കുറിച്ചെല്ലാം ഉള്ള ശുശ്രൂഷകൾ ഒരുക്കിയത് ഷെക്കൈന ന്യൂസ് ആണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ചാനലിനെ നമുക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ വിശ്വാസ പ്രതിസന്ധികളിൽ സഭയെ സഹായിക്കുവാനായി, സഭയ്ക്ക് താങ്ങും തണലുമായി മാറുവാനായിട്ട് ഈ ചാനലിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഒപ്പം തന്നെ ഈ ചാനല്
DTH പ്ലാറ്റ്ഫോമുകളിലേക്ക് കടന്നു വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ചാനലിനെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ജ്ഞാനവും കൃപയും അറിവും കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രിയമുള്ളവർ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ചാനലിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. നിങ്ങളെ കഴിയുന്നത് പോലൊക്കെ നിങ്ങൾ ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കഴിവും അറിവും കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഈ ചാനലിനെ, സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരു നിമിഷം ഷെക്കീന ന്യൂസ് ചാനലിനെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഈശോ, ഈശോ, ദൈവമേ, കർത്താവേ, ക്രൂശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാനലിനെ ഏറ്റെടുക്കണമേ കർത്താവേ. സന്തോഷത്തോടെ അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. അവിടുന്ന് ജ്ഞാനം കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ചാനലിലെ എല്ലാ പ്രവർത്തനങ്ങളും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ സെക്ഷനുകളെയും സമർപ്പിക്കുന്ന കർത്താവേ, ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. യേശുവേ, യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. അവിടുന്ന് പരിപാലിക്കണമേ, അവിടുന്ന് വഴിയെടുത്തണമേ കർത്താവേ. ഈശോയെ, ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ആരാധന, 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 ആരാധന. ഈശോയെ നാഥ അഭിഷേകം ചെയ്യണമേ, ഈശോ, അനുഗ്രഹിച്ചിടേണമേ. നാഥ അഭിഷേകം ചെയ്യണമേ. നമുക്ക് എല്ലാവർക്കും മുട്ടുമേനായിരുന്നുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം ഈ സമയത്ത്. ഈശോയെ, ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ആരാധന, ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് സഭയിലെ ഓരോ നേതൃത്വത്തെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഷെക്കീന ടിവിയെയും ടിവിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, നന്ദി പറഞ്ഞ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.